എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു മുൻപേ പ്രമേയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇങ്ങനെ വൈജയന്തി വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. വീട് വിട്ട് പോകുന്ന വൈജയന്തിയെ ബബിത തടഞ്ഞു നിർത്തുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയുവാണ്, എനിക്ക് അന്നും ഇന്നും ഒറ്റ വാക്ക് പറയാനുള്ളൂ എന്ന്. വീട്ടിലെ വേലക്കാരിയെ പടിയിറക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിൽക്കൂ. ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. എന്നെ കൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്കില്ല. ഇനി ഞാൻ എന്തിനു ഇവിടെ വേണം? ഇനി ആർക്കും ഇവിടെ ആവശ്യമില്ല ഒക്കെ പറഞ്ഞ് വൈജയന്തി ബബിതയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഇതൊട്ടും സഹിക്കാനാകുന്നില്ല. അമ്മ വീട് വിട്ട് പോകുന്നല്ലോ എന്നോർത്ത് ഇവിടെയാണെങ്കിൽ ഒരുപാട് തവണ അമ്മയെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. അതിനുശേഷം വൈജയന്തി ആണെങ്കിൽ ബബിതയെ തള്ളിയിട്ടിട്ട് കാറിൽ കയറി പോകുന്നുണ്ട്. വൈജയന്തി പോകുന്നത് ശിവശങ്കറിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ ചെല്ലുമ്പോൾ വൈജയന്തിയെ ശിവേട്ടൻ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. വൈജിയോട് ശിവേട്ടൻ പറയുവാണ്, നീ എപ്പോഴും നിന്റെ കാര്യം മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ, മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും നീ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിക്കുന്നുണ്ട്. കമലേട്ടത്തി ആണെങ്കിൽ മിണ്ടുന്നൊന്നും ഇല്ല. വൈജയന്തി ആണെങ്കിൽ ആകപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ശിവേട്ടനും വൈജയന്തിയും സംസാരിച്ച് നിൽക്കുന്ന ാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പ്രൊമോ വിശേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.